വിരഹത്തിന്റെ കഥാപാത്രമായ പുരാണത്തിലെ ശൂർപ്പണഖയെ കുച്ചിപ്പുടിയിൽ അവതരിപ്പിച്ച് താരമായി കീർത്തന. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ് കീർത്തന. വിശേഷങ്ങൾ കാണാം. കൊടുങ്ങല്ലൂരിലെ കീർത്തനയാണ് ഇപ്പോൾ കുച്ചിപ്പുടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കീർത്തനയ്ക്ക് ഏറ്റവും കൂടുതൽ കയ്യടി നൽകേണ്ടത്. ഒരു പക്ഷെങ്കിൽ അധികമാരും എടുക്കാത്ത ഒരു വിഷയമാണ് പ്രസിദ്ധമായ രാമായണത്തിലെ ശൂർപ്പണഖയുടെ രാമനുമായിട്ടുള്ള ഒരു സംഭാഷണവും. അതാണ് അതീവ ഭംഗിയായി കീർത്തന ഇപ്പോൾ കുച്ചിപ്പുടിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കീർത്തനയുമായി ബാക്കി കാര്യങ്ങൾ, ആരാണ് കീർത്തന ഇത് പഠിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. കീർത്തനെ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ കൊടുങ്ങല്ലൂർ KKTM GGHSS. എത്ര വർഷമായി കുച്ചിപ്പുടി? കുച്ചിപ്പുടി ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് കുച്ചിപ്പുടി പഠിക്കുന്നത്. ഈ ശൂർപ്പണഖയുടെ ഈ വിഷയം എടുക്കണമെന്ന് ആരാണ് പറഞ്ഞത്? മാഷാണ്. അരുൺ നമ്പലത്ത്. തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഉള്ള മാഷാണ് അരുൺ നമ്പലത്ത്. എന്താണ് ഇതിന്റെ ഇതിവൃത്തം അല്ലെങ്കിൽ ആ കഥാതന്തു ശൂർപ്പണഖയുമായിട്ടുള്ള കുച്ചിപ്പുടി അവതരിപ്പിക്കുന്ന വിഷയം? ശൂർപ്പണഖ വനവാസത്തിന് പോയ ശ്രീരാമനും ലക്ഷ്മണനെയും കാണുമ്പോൾ ശൂർപ്പണഖയ്ക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെന്ന് അവരോട് ഇഷ്ടം പറയുമ്പോൾ ശ്രീരാമൻ പറ്റില്ല എന്ന് പറയുന്നതും പിന്നെ ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധവും ശൂർപ്പണഖയുടെ മൂക്കും മറ്റ് ഭാഗങ്ങളും മുറിച്ച് കളയുന്നതാണ് സംഭവം. ഭഗവാൻ ശ്രീരാമനെ ഇഷ്ടപ്പെടുകയും അത് പറ്റില്ല എന്ന് പറയുകയും തന്മയത്തോടു കൂടി കീർത്തന കുച്ചിപ്പുടിയിൽ അവതരിപ്പിച്ചു. ബാക്കി കൂടുതൽ പെർഫോമൻസ് നമുക്ക് ഇനി ഒരിക്കൽ കൂടി കാണാം. കീർത്തന ബാക്കി സ്റ്റെപ്പോട് കൂടി എടുത്തോളൂ. അങ്ങനെ അതിമനോഹരമായി ഭഗവാൻ ശ്രീരാമൻ്റെ തന്നെ അനുഗ്രഹങ്ങൾ കീർത്തനയ്ക്ക് എ ഗ്രേഡിട്ട് തന്നെ കുച്ചിപ്പുടിയിൽ ഇവിടെ നിന്ന് കിട്ടട്ടെ. കീർത്തനയോടൊപ്പം തന്നെ മാതാവ് കൊടുങ്ങല്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അമ്മ, എങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിച്ചത്? പ്രത്യേകം വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. ശൂർപ്പണഖമാർ ഇഷ്ടം പോലെ ഉണ്ട്, രാമന്മാരും ഉണ്ട്. എങ്ങനെയാണ് ഈ വിഷയം എടുത്തത് കുച്ചിപ്പുടിയിൽ? ഇത് പറയാൻ കിട്ടില്ല. സന്തോഷം കൊണ്ട് കിട്ടില്ല. വളരെ സന്തോഷം. അവള് ഇങ്ങനെ സ്റ്റേറ്റ്, ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നാണ് സ്റ്റേറ്റിൽ കളിക്കണം എന്നുള്ളത്. അപ്പോൾ കഴിച്ചത് ഭയങ്കര സന്തോഷം. ഇവിടെ വന്നിരുന്നു. 9th പഠിക്കുമ്പോൾ കോഴിക്കോട് ഇത് ഫോക്കിന് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് സ്റ്റേറ്റിൽ വരുന്നത്. +2 പഠിക്കുന്നേ. സ്കൂളിൽ കൗമാരകല അല്ലയോ അവസാന വർഷമാണ്. അങ്ങനെ എ ഗ്രേഡ് കിട്ടി. കുച്ചിപ്പുടിയിൽ കൊടുങ്ങല്ലൂരിൻ്റെ താരമായി തന്നെ കീർത്തന മാറട്ടെ. കീർത്തനയുടെ കീർത്തി ലോകമെമ്പാടും കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വേദി 1 നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.